ഹായ് ഓൾ, ആൻഡ് ജോസഫ്. ഒരു കൂടി CC ഇൻവെസ്റ്റ്മെന്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നുള്ളതാണ്. നമ്മൾ പല ആൾക്കാരും കേൾക്കുന്നതാണ് പല മീഡിയസിലൂടെയും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം അല്ലെങ്കിൽ SIP നിക്ഷേപം എന്നുള്ളതാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ പലർക്കും അറിയില്ല എന്നുള്ളതാണ്. അതുമൂലം പരമ്പരാഗത ഇൻവെസ്റ്റ്മെന്റിലേക്ക് കൂടി നിക്ഷേപിച്ചു പോകുന്ന ഒരു പ്രവണതയാണ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ മ്യൂച്വൽ ഫണ്ട് എന്താണ് എന്ന് നമുക്ക് നോക്കാം. മ്യൂച്വൽ ഫണ്ട് എന്നത് പല ആളുകളുടെയും ഫണ്ടുകൾ പണം സമാഹരിക്കുകയും അത് വിവിധ അസറ്റുകള്, ഷെയർസ്, ബോണ്ട്, ഗവൺമെന്റ് സെക്യൂരിറ്റി, ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് അങ്ങനെ പല അസറ്റുകൾ നിക്ഷേപിക്കുന്ന ഒരു നിക്ഷേപ മാർഗമാണ് എന്നുള്ളത്. ഇത് ഒരു പ്രൊഫഷണൽ ഫണ്ട് മാനേജറാണ് ഇത് പല അസറ്റുകളും നിക്ഷേപിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇത് ലളിതമായി പറയുവാണെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത ഫണ്ട് ഒരു കൂട്ടമായിട്ട് മാറുകയും ഇത് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്ത് പല അസറ്റുകളിൽ നിക്ഷേപിക്കുകയും അതുമൂലം റിസ്ക് കുറയാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു. എന്താണ് ഇതിന്റെ ഗുണങ്ങളെന്ന് നമുക്ക് നോക്കാം. ഒരു ആദ്യമായി പറയുകയാണെങ്കിൽ ചെറിയൊരു അഫോർഡബിൾ ആയിട്ടുള്ള എമൗണ്ടിൽ നമുക്ക് നിക്ഷേപം സ്റ്റാർട്ട് ചെയ്യാം. മിനിമം 500 റുപ്പീസ് എന്ന രീതിയിൽ പോലും നമുക്ക് ഇതിൽ നിക്ഷേപിക്കാൻ സാധിക്കും. ഇതുമൂലം ഏതൊരു സാധാരണ ചെറിയ ഇൻവെസ്റ്ററിന് പോലും ഇതിൽ പങ്കെടുക്കാൻ നിക്ഷേപിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത് പ്രൊഫഷണൽ ഫണ്ട് മാനേജർ. ഞാൻ പറഞ്ഞതുപോലെ ഹൈലി എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്കില്ലായിട്ടുള്ള അല്ലെങ്കിൽ നല്ല നൈപുണ്യമുള്ള ഫണ്ട് മാനേജറാണ് നമ്മുടെ ഫണ്ടുകൾ മാനേജ് ചെയ്യുന്നത് എന്നുള്ളതാണ്. മൂന്നാമത്തേത് നമുക്ക് ബാങ്ക് സേവിങ് റിട്ടേണിനേക്കാൾ കൂടുതൽ റിട്ടേൺ കിട്ടാനുള്ള സാധ്യത ഇതിൽ ഉണ്ടെന്നുള്ളതാണ്. നാലാമതായി പറയുവാണെങ്കിൽ ലോങ് ടേമില് ദീർഘകാലത്തെ നമ്മളുടെ ഫണ്ട് ഫിനാൻസ് വളർത്തുവാനുള്ള സാധ്യത എന്നതാണ്. അഞ്ചാമതായി ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ്. നമുക്ക് എല്ലാവർക്കും പല രീതിയിലുള്ള ഗോൾസുകൾ ഉണ്ട്. അതിനനുയോജ്യമായിട്ടുള്ള ഫണ്ടുകൾ ഇന്ന് മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ടെന്നാണ്. അപ്പൊ ഇത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിലൂടെ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റും ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.